നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നേരിട്ട് പരിപാടിയിലേക്ക് വിളിച്ച് ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 048428405010 എന്ന നമ്പറിൽ നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. ഒപ്പം വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു നൽകാം. 6295968937 ഈ നമ്പറിലൂടെ ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ വാട്സപ്പ് വഴി ഞങ്ങൾക്ക് അയച്ചു നൽകാം. പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും രോഗം ബാധിച്ച് കുട്ടികൾ മരിക്കുന്നത് സംസ്ഥാനത്ത് ആശങ്കയാവുകയാണ്. ഈ വർഷം തുടങ്ങിയത് മുതൽ ഇതുവരെ പേവിഷബാധയേറ്റ് മരിച്ചത് 13 പേരാണ് എന്നത് ഞെട്ടിക്കുന്നതാണ്. മാർച്ച് 29-നാണ് മലപ്പുറം പെരുവള്ളൂരിലെ 5.5 വയസ്സുകാരി സിയയ്ക്ക് നായയുടെ കടിയേറ്റത്. പ്രതിരോധ കുത്തിവയ്പ് എടുത്തെങ്കിലും ഏപ്രിൽ 29-ന് കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി. സിയയുടെ കുടുംബം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ രംഗത്തെത്തി. തലയിൽ ഗുരുതരമായ പരിക്കുണ്ട് എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഒബ്സർവേഷനിൽ പ്രവേശിപ്പിച്ചില്ല എന്നാണ് പിതാവ് സൽമാൻ ഫാരിസിന്റെ ചോദ്യം. തെരുവ് നായയുടെ കടിയേറ്റാൽ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഉടൻ എത്തിക്കുക എന്നുള്ളതാണല്ലോ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സിയാമോളുടെ കുടുംബം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് വീഴ്ച പറ്റിയോ എന്നുള്ളതാണ് ചോദ്യം. നായ കടിച്ച് ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. പക്ഷേ അവിടെ നിന്ന് പ്രതിരോധ വാക്സിൻ നൽകിയിട്ടില്ല. ഈ നാടൊട്ടുക്ക് തെരുവ് നായകൾ വിലസുന്നുണ്ട് താനും. മാർച്ച് 29-നാണ് പെരുവള്ളൂർ കാക്കത്തടത്തിൽ വെച്ച് സിയയെ തെരുവുനായ ആക്രമിക്കുന്നത്. മറ്റ് 7 പേരെ കൂടി നായ ആക്രമിച്ചു. തലയ്ക്കും കാലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഓടിക്കൂടിയ നാട്ടുകാരാണ് തെരുവുനായയിൽ നിന്നും 5.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ രക്ഷിച്ചത്. വീടിന് തൊട്ടടുത്ത് മിഠായി വാങ്ങാൻ പോയപ്പോഴായിരുന്നു നായ കടിച്ചത്. ഉടൻ തന്നെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇഞ്ചക്ഷൻ എടുത്തു. ശേഷം മുറിവ് കഴുകാൻ ആവശ്യപ്പെട്ടു. അത് ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി ചെയ്തത്. കുഞ്ഞുമായി നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക്. വേദനയോടെ പിതാവ് സൽമാൻ ഫാരിസ് പറയുന്നത് കേൾക്കുക. കോളേജിൽ നിന്ന് നേരെ അവർ ഇഞ്ചക്ഷൻ ഇതൊക്കെ അടിച്ചു കണ്ടവർ പറഞ്ഞിങ്ങനെ ഒരു 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി സ്റ്റിച്ചിടുക ഇതൊക്കെ ചെയ്യാൻ 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഞങ്ങളവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ആഴത്തിലുള്ള മുറിവാണെന്നും അത് തലച്ചോറിനെ ബാധിച്ചിരിക്കാമെന്നുമെല്ലാം ഡോക്ടർമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ആദ്യ ദിവസം ഒബ്സർവേഷനിൽ വയ്ക്കാതെ തുറന്ന മുറിവുമായി വീട്ടിലേക്ക് വിട്ടു എന്നതാണ് ചോദ്യം. അതിന് തന്നെയാണ് വീട്ടുകാർക്ക് മറുപടി വേണ്ടതും. 48 മണിക്കൂറിന് ശേഷം വീണ്ടും വരാനാണ് ആശുപത്രിയിൽ നിന്നും പറഞ്ഞത്. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ അങ്ങോട്ട് എത്തിയതിൻ്റെ ശേഷം അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് തരാൻ ഒരു അരമണിക്കൂർ ടൈം എടുത്തിരുന്നത്. കുട്ടീനെ പെട്ടെന്ന് കയറ്റിയിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാനാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും തീരുമാനം. ആശ്വാസവാക്കുകളുമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു. പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റൊരു കുഞ്ഞു മരിച്ചത് വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ ഒരാശ്വാസവാക്കുകളുമായി ഈ കുടുംബത്തെ നമ്മുടെ ഭരണാധികാരികൾ ആരും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. അത് ഉണ്ടാകേണ്ടതായിരുന്നു. ന്യായീകരണങ്ങൾക്കപ്പുറം ഒരു ജാഗ്രത കുറവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നാടൊട്ടുക്ക് ഈ തെരുവുനായകളുടെ ആക്രമണം ദിനംപ്രതി കൂടി വരികയുമാണ്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. കുടുംബത്തിന്റെ വേദന വലുതാണ്. പെരുവള്ളൂരും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം എന്ന് നാട്ടുകാർ പറയുന്നു. ഒരു ജീവൻ നഷ്ടമായിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും ജനങ്ങൾ പറയുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. നമ്മളെ സ്നേഹിതൻ്റെ മകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. വളരെ ദാരുണമായ സംഭവമാണ്. ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് തെരുവുനായകളെ ശല്യം വളരെ രൂക്ഷമായിട്ട് നിലനിൽക്കുന്ന പ്രദേശമാണ് ഈ പെരുവള്ളൂർ. എന്താണ് ഞങ്ങൾ ഇതിന് ഇതിന് എന്ത് ചെയ്യുമെന്നുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഞങ്ങൾ. ജനങ്ങളെല്ലാവരും ഒരു വളരെ ഭീതിയിലാണ്. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, ഇത് ഇവിടുന്ന് ഇല്ലാതാക്കണം എന്നുള്ള ഒരിതാണ് എല്ലാവർക്കും പറയാനുള്ളത്. ചെറിയ മക്കൾക്ക് വരെ എന്ത് ചെയ്യുക, ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് മദ്രസയിലേക്ക് പോകുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വളരെ ഭീതികരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പെരുവള്ളൂർ ഈ പഞ്ചായത്തിൽ തെരുവുനായ്ക്കളെ കൊണ്ടുള്ള ഭയങ്കര രൂക്ഷമായ ശല്യം ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്ക് ആകെയുള്ള ഒരു ആശ്രയം
ഹോസ്പിറ്റലുകൾ പിന്നെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുള്ള മെഡിസിൻസ് മരുന്നുകൾ ഇതിന് ഫലപ്രദമാകണില്ല എന്നുള്ള ഒരു വാർത്തയും കൂടി വരുമ്പം വളരെയധികം ഭീതിയായിട്ട് തോന്നുന്നു. നമ്മളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നവുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അതിനൊരു പ്രഥമ പരിഗണന നൽകിയിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സ ഇത്തരത്തിലുള്ള ഈ നായയുടെ കടിയേറ്റാലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ സമയവും വിലപ്പെട്ടതാണ്. അപ്പോൾ സമയങ്ങൾ വേസ്റ്റാക്കാതെ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള കേസുകൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലുകളൊന്ന് മാറേണ്ടിയിരിക്കുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനെ തെരുവുനായ ആക്രമണ വാർത്ത വരുമ്പോൾ പ്രേക്ഷകരും ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. പല സ്ഥലത്തും തെരുവുനായ ആക്രമണം കൂടിയ സ്ഥിതിക്ക് അടിയന്തര പരിഹാരം വേണമെന്ന് രഘുനന്ദനൻ തിരുമല്ലവാരം പറയുന്നുണ്ട്. കേരളത്തിൽ മനുഷ്യജീവനേക്കാൾ വില വന്യജീവികൾക്കും തെരുവുനായ്ക്കൾക്കും മനുഷ്യജീവൻ ഒരു വിലയുമില്ല എന്നാണ് എബ്രഹാം തോമസിന്റെ പ്രതികരണം. നമ്മളിനി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പേവിഷബാധ സ്ഥിരീകരിച്ച 7 വയസ്സുകാരിയുടെ വാർത്തയിലേക്ക് പോകുന്നു. ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും പെൺകുട്ടി. കൊല്ലം സ്വദേശിയെ കുട്ടിയെ ഇന്നലെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ ശേഷവും ആരോഗ്യനിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. കഴിഞ്ഞ മാസം 8-നാണ് വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ കുട്ടിയെ തെരുവുനായ ആക്രമിച്ചത്. അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് വാക്സിനേഷൻ ഏറ്റവും കൂടുതൽ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത് 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കാനുള്ള ഒരു പ്രോജക്റ്റ് വെച്ച് തന്നെ അത് പദ്ധതി നടപ്പിലാക്കും. അതുപോലെ തന്നെ നിലവിലുള്ള തെരുവുനായ്ക്കളെ കൂടുതലായിട്ട് ആക്രമിക്കപ്പെടുന്ന നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള തെരുവുനായെ എത്രയും വേഗം പിടികൂടി മാറ്റുക എന്നുള്ളതാണ് അടുത്തത്. അതുപോലെ തന്നെ നിലവിലുള്ള കുരിയോട്ടുമലയുമായി ചേർന്ന് നടക്കുന്ന പദ്ധതി എത്രയും വേഗം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഷെൽട്ടർ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടേക്ക് കഴിവതും തെരുവുനായ്ക്കളെ മൊത്തം മാറ്റാനായിട്ടുള്ളൊരു നടപടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ പഞ്ചായത്തിലേക്കെല്ലാം വേണ്ടുന്ന ഇറച്ചിയുടെ വെട്ട് നടക്കുന്നത് വിളക്കുടി പഞ്ചായത്തിലാണ്. നമ്മുടെ അറിവില്ലാതെ ഉണ്ട്. ഈ പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ അറിവില്ലാതെ എവിടെയെങ്കിലും വെട്ടുന്നുണ്ടെങ്കിൽ അവർ അടിയന്തരമായി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു ആവശ്യകത തന്നെയാണ്. അതുപോലെ തന്നെ ഈ പട്ടികൾ ഇപ്പം പെരുകി എല്ലാ ഭാഗത്തും ഈ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാഗത്തും പട്ടികൾ പെരുകി നടക്കുന്ന ഒരു അവസ്ഥയാണ് വന്നത്. അപ്പോൾ അതിന് അടിയന്തരമായി നമ്മൾ ഇതുപോലെ മൊബൈൽ യൂണിറ്റ് കൊണ്ടുവന്ന് പട്ടികളെ വന്ധീകരണം ചെയ്യുക എന്നുള്ളതാണ് ഒരു നടപടി. വിളക്കുടി പഞ്ചായത്തിലാണ്, കൊല്ലത്താണ് ഈ സംഭവം. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പോൾ പ്രതികരിക്കുകയായിരുന്നു. തെരുവുനായുടെ കടിയേറ്റ ശേഷം കുട്ടിക്ക് വാക്സിനേഷൻ നൽകിയ പുനലൂർ താലൂക്ക് ആശുപത്രിക്കെതിരെ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. വാക്സിൻ എടുത്തതിൽ അപാകത എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തെരുവുനായുടെ ആക്രമണമേറ്റപ്പോൾ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചികിത്സ ലഭ്യമാക്കുകയും ചെയ്ത ബന്ധുവാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ ആദ്യം ഹെൽത്തിലാണ് നമ്മൾ കൊണ്ടുപോയത്. ഹെൽത്തിൽ കൊണ്ടുപോയപ്പം നോർമൽ വാക്സിൻ എടുത്തു. ഇപ്പുറത്തുള്ള നോർമൽ വാക്സിൻ എടുത്തു. അതിനുശേഷം നമ്മൾ താലൂക്കിൽ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു പ്രതിരോധ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്. താലൂക്കിൽ ചെന്നപ്പോൾ താലൂക്കിലെ ആൾക്കാർ ആദ്യം ടെസ്റ്റ് ഡോസ് എടുത്തു. ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ഡോസ് എടുത്തു. അതിനുശേഷം അതിൻ്റെ ഫുൾ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ മുറിവ് ഭയങ്കര ഡീപ്പായതുകൊണ്ടും ഭയങ്കര ഹോളുള്ളതുകൊണ്ടും മുറിവിന് ചുറ്റിനെടുത്തപ്പോൾ മുറിവിനകത്ത് വീണിട്ടു വാക്സിൻ തെറിച്ച് താഴോട്ട് പോകുമായിരുന്നു. വാക്സിൻ അത് ഫുള്ള് കയറിയോ എന്ന് കൺഫേം നമുക്ക് ഉറപ്പില്ല. ഈ പേവിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷൻ ആദ്യം എടുക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിയാണല്ലേ? അതെയാണ്, പുനലൂരിലാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ഇവിടെ പോയിട്ട് അങ്ങോട്ട് അവർ തന്നെ അങ്ങോട്ട് റെഫർ ചെയ്തു. അവിടുന്ന് പോയി നമ്മൾ അതെടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തതിൽ പാകപ്പിഴ ഉണ്ടാകാം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഉണ്ടാകാം, കാരണം ചാൻസ് കൂടുതലാണ്. കാരണം അതിനകത്ത് മുറിവ് കയറിയോന്ന് തന്നെ വാക്സിൻ കയറിയോന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല. കാരണം അത് ഞാൻ കണ്ടതാണ്, കറക്റ്റ് ഞാൻ കണ്ടതാണ് അത് താഴെ പോകുന്നത്. കാരണം ഞാൻ കൂടെ കയറിയ ആളാണ്. അപ്പോൾ അത് മൊത്തം അതിനകത്ത് വീണിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾക്ക് അതിലൊരു ഇതുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സുജിത്, ഈ വാക്സിൻ ഫലപ്രദമല്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുടുംബം എന്താണ് പറയുന്നത്? ഈ വാക്സിൻ എടുത്തത് ഫലപ്രദമായില്ലെന്ന ആരോപണം അവർ ഉന്നയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുജിത്ത്? ഉന്മേഷ്, ഈ പറയുന്നത് നമ്മളിപ്പോൾ കേട്ടു. ഇവരുടെ ബന്ധുക്കൾ തന്നെ പറയുകയാണ് കുട്ടിക്ക് ആദ്യം IDRV കുഞ്ഞിക്കോടും അതിനുശേഷമാണ് ബാക്കി ഒരു ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറയുന്ന വാക്സിനാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എടുത്തത്. ഇതിൽ പാകപ്പിഴ ഉണ്ടായി എന്നാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതിനുശേഷം IDRV ഉൾപ്പെടെയുള്ളവ കുന്നിക്കോട് പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിലുമാണ് എടുത്തത്. അതിലൊന്നും തന്നെ പാകപ്പിഴകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എടുത്ത വാക്സിനിലാണ് ഇവർക്ക് സംശയം ഉണ്ട് എന്നിവർ കാര്യം പറയുന്നത്.
അതിനുശേഷം കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ എത്തിച്ചാണ് മുറിവിന് ചികിത്സ നൽകുകയും ചെയ്തിരുന്നത്. കുട്ടിയുടെ മുറിവ് വളരെ വലിയ ആഴത്തിലുള്ള ഒരു മുറിവായിരുന്നു. ഇപ്പോൾ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശുപത്രിയിൽ നിന്നും അതായത് ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ശരീരോഷ്മാവും ഉയർന്നു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുട്ടിക്ക് നായയുടെ കടിയേറ്റ ആ നിർമ്മാണം പുരോഗമിക്കുന്ന ആ വീടിന് സമീപത്താണ്. നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉന്മേഷ്, ഈ വീടിനുള്ളിൽ നായ പെറ്റുപെരുകി കിടക്കുന്ന ഒരു ദൃശ്യങ്ങളാണ്. ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ എത്തി വാതിലുകളൊക്കെ തന്നെ അടച്ചു വെച്ചിരുന്നുവെങ്കിൽ അതൊക്കെ തള്ളിയിട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു നായ ഇറങ്ങിപ്പോകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് ആകെ തന്നെ നായ്ക്കളുടെ ശല്യം വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ ഇവിടേക്ക് ആരോഗ്യവകുപ്പ് അധികൃതർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുമ്പോൾ അവരെ പോലും നായ ആക്രമിക്കാൻ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മളും ഇപ്പോൾ ഇവിടെ വളരെ ഭീതിയോടുകൂടിയാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ നമ്മളെപ്പോഴും ഈ പരിസരമാകെ നിറഞ്ഞ് നായ്ക്കൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ വളരെ ഭീതിയോടുകൂടിയാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇവിടെ ജീവിക്കുന്നതെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. എനിക്ക് മുന്നിൽ കാണുന്ന ഈ വയലിൽ നിറയെ പട്ടികളാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീടിൻ്റെ നായ്ക്കൾ കയറാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ രീതിയിൽ വാതിൽ അടച്ചു വെച്ചത്. അത് ഇന്ന് രാവിലെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ എത്തിയാണ് ഇവിടെയൊക്കെ ഇത്തരത്തിലുള്ള സുരക്ഷകളൊക്കെ ഒരുക്കിയത്. ഇപ്പോൾ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് നായ്ക്കളെ പിടികൂടാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഇവിടെ എത്തി വളരെ അക്രമാസക്തനായ ഒരു നായയെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റു ചില നായ്ക്കൾ ഇപ്പോഴും ഈ പരിസരത്ത് തന്നെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീട്ടിലൊരു വളർത്ത് പൂച്ചയുണ്ട്. ഈ സമീപത്തെ വീട്ടിൽ ആ വീട്ടിലെ പൂച്ചയ്ക്ക് നായയുടെ കടിയേറ്റ ഒരു സാഹചര്യമുണ്ട്. ആ പൂച്ച ഇപ്പോൾ അബ്നോർമലായി പെരുമാറുന്നു എന്നാണ് ആ വീട്ടുകാരും നമ്മളോട് പറയുന്നത്. അതിൻ്റെ കഴുത്തിൽ കൃത്യമായി കടിയേറ്റ ഒരു പാടും നമുക്ക് കാണാൻ സാധിക്കുന്നു. മറ്റൊന്ന്, ഈ കുട്ടി ഈ നായയുടെ കടിയേറ്റ ശേഷം പള്ളിയിലും അതുപോലെ തന്നെ സ്കൂളിലെ സമ്മർ ക്യാമ്പിലുമൊക്കെ പങ്കെടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവരെല്ലാവരും തന്നെ പ്രതിരോധ വാക്സിൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വീട്ടുകാരും അതുപോലെ തന്നെ ഈ കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ വാക്സിൻ എടുത്തതായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും വാക്സിൻ എടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് എത്തണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്രയും നായ്ക്കൾ പെരുകാനുള്ള ഒരു സാഹചര്യം, അനധികൃതമായ അറവുശാലകൾ നിരവധി ഈ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അറവുശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഈ റോഡരികിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടാണ് ഇവിടേക്ക് കൂടുതൽ നായ്ക്കൾ ഈ പ്രദേശത്തെ തമ്പടിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഇവിടെ ഈ നാട് വളരെ തെരുവുനായ ഭീതിയിൽ തന്നെയാണ് ഉള്ളത്. ഉന്മേഷ്, ശരി. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ പൊട്ടിത്തെറി പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിന്റെ ആഘാതം വിട്ടുമാറിയിട്ടില്ല ഇതുവരെ. അത്യാഹിത വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം UPSന്റെ ബാറ്ററി തകരാർ എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. ബ്ലോക്കിലെ IP പ്രവർത്തനം പുനരാരംഭിക്കാൻ DMAയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ജില്ലാ ഫോറൻസിക് വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് UPSന്റെ ബാറ്ററി തകരാറാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും UPS സ്ഥാപിച്ച കമ്പനിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഇന്റേണൽ ഷോർട്ടേജ് കാരണം ഒരു ബാറ്ററി ചൂടായി ബൾജ് ചെയ്ത് പൊട്ടിത്തെറിച്ചു. തീ പടർന്നു പിടിക്കുകയും 34 ബാറ്ററികൾ കത്തിനശിക്കുകയും ചെയ്തു. UPS മുറിയിൽ മാത്രമാണ് അപകടമുണ്ടായത്. തുടർന്ന് പുക വ്യാപിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. 2026 ഒക്ടോബർ മാസം വരെ വാറന്റിയുള്ളതാണ് MRI മെഷീനും UPSും. ഫിലിപ്സ് കമ്പനി നിയോഗിച്ച ഏജൻസി തന്നെയാണ് UPSന്റെയും മെയിൻ്റനൻസ് നടത്തുന്നത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ KV വിശ്വനാഥന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. IP പേഷ്യൻസിന് മാറ്റി തുടങ്ങും. ബിൽഡിങ്ങിൻ്റെ അത് മാറ്റാനായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഇലക്ട്രിക്കൽ PWD വിഭാഗത്തിൻ്റെ പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് IP റീസ്റ്റാർട്ട് അവിടെ ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ തിയേറ്ററും നമുക്ക് ചൊവ്വാഴ്ചക്കുള്ളിൽ തിയേറ്ററുകളും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങും. എമർജൻസി ഈ വരുന്ന ചൊവ്വാഴ്ച എമർജൻസി മാത്രം നമ്മൾ ഏകദേശം ഒരു 10 ദിവസത്തിന് മേളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ പിടിക്കും. MRI സ്കാനും ആ ഒരു
റൂമുണ്ടല്ലോ, ബാറ്ററി കത്തിയ സ്ഥലം. അപ്പോൾ ആ രണ്ട് ഇത് മാത്രം തൽക്കാലം നമ്മളെല്ലാം ഇത് കഴിഞ്ഞിട്ട് മാത്രമേ അത് റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ എന്നാൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡിങ്ങിനോ വേറെ മേജർ സ്ട്രക്ചേഴ്സിനോ എക്യുപ്മെൻറ്റിനോ ഒന്നും ഒരു ഡാമേജും വന്നിട്ടില്ല നിലവിൽ. മെഡിക്കൽ ടീം വരുന്നുണ്ട്. അത് ഈ രോഗികളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനാണ്. അതായത് രോഗികൾക്കുണ്ടായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് ബേസ് ചെയ്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനാണ് ആ ടീം വരുന്നത്. 5 പേരടങ്ങുന്ന ടീമാണ്. കോട്ടയം സൂപ്രണ്ടാണ് ലീഡ് ചെയ്യുന്നത്. പുതിയ ബ്ലോക്കിലെ കാഷ്വാലിറ്റി നിലച്ചതോടെ പഴയ ബ്ലോക്കിൽ താൽക്കാലിക കാഷ്വാലിറ്റി സജ്ജീകരിച്ചു. ബീച്ച് ആശുപത്രി കാഷ്വാലിറ്റിയിൽ കൂടുതൽ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വിഷയത്തിൽ പോലീസ് അന്വേഷണവും തുടരുകയാണ്. കാഷ്വാലിറ്റിയിലെ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഷിജു ചവറയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഏത് നിമിഷവും നിലം പതിക്കാമെന്ന മട്ടിൽ കോട്ടയം മീനച്ചിലാറിന് കുറുകെ ഒരു തൂക്കുപാലമുണ്ട്. എന്നാലും ഫോട്ടോഷൂട്ടിനും പുഴ മുറിച്ചു കടക്കാനും ജനങ്ങൾ ഇപ്പോഴും ഈ പാലത്തെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ നാളിതുവരെയും പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികാരികൾ തുനിഞ്ഞിട്ടില്ല. പരാതി പറഞ്ഞു മടുത്തു എന്ന് നാട്ടുകാർ പറയുന്നു. മീനച്ചിലാറിന് കുറുകെ ഒരു തുരുമ്പൻ പാലം, തൂക്കുപാലമാണ്. കാഴ്ചയ്ക്ക് അതിസുന്ദരം. പക്ഷേ സുരക്ഷയുടെ കാര്യം വരുമ്പോഴാണ് ഉൾക്കിടിലം തോന്നും. പൊട്ടലും ചീറ്റിലും വളവും തിരിവുമൊക്കെയായി ഈ പാലം പലപ്പോഴായി ആളുകളെ പേടിപ്പിച്ചു. പക്ഷേ അതൊന്നും അധികാരികൾ കേട്ട മട്ടില്ല. എല്ലാ അഴകോടും കൂടി മീനച്ചിലാർ ഒഴുകിപ്പരക്കുന്ന ഇടം. മീനച്ചിലാറ്റിന് കുറുകെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയും വിജയപുരം പഞ്ചായത്തിനെയും കൂട്ടിയിണക്കുന്ന പേരൂർ പൂവത്തുമൂടിലെ തൂക്കുപാലം എപ്പോൾ തകർന്നു വീഴുമെന്ന ആശങ്കയിൽ പുഴയ്ക്ക് മീതെ തൂങ്ങാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വിനോദസഞ്ചാരികൾക്കടക്കം ഇപ്പോഴും ഈ അപായ മേഖലയിലേക്ക് പ്രവേശനമുണ്ട്. കേരള ടൂറിസത്തിന്റെ ജീവനാഡിയായ ആഭ്യന്തര ടൂറിസത്തിന്റെ മുഖ്യ ആകർഷണങ്ങളാണ് ഇത്തരത്തിലുള്ള ഓരോ പാലങ്ങളും. എന്നാൽ ഇവയോടെല്ലാം കാട്ടുന്ന സർക്കാർ അവഗണനയുണ്ടല്ലോ, അത് നമ്മുടെ ടൂറിസം മേഖലയുടെ കരണത്തേൽക്കുന്ന കനത്ത പ്രഹരമാണ്. ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും ഇവിടെ ഫോട്ടോഷൂട്ടിനും മറ്റുമായി ആളുകൾ എത്തിയിരുന്നു. എന്നാൽ പലപ്പോഴും അവരെ കൂടി ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയുമാണ് ഈ തൂക്കുപാലം. നമ്മൾ മാപ്പിൽ നോക്കിയിട്ട് തൂക്കുപാലം കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് തൂക്കുപാലത്തിന് ഉള്ളിൽ കയറുന്നത്. വിചാരിച്ച പോലെയല്ല, ഫുള്ള് തുരുമ്പും കാര്യമാണ്. നടന്നു പോകുമ്പോൾ ചെറുതായിട്ടൊരു പേടിയും കാര്യമൊക്കെ വരുന്നുണ്ട്. സ്ഥലം MLA ആയിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ 2012 പണി തുടങ്ങിയതാണ് പാലം. 2013 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു. അന്നു തൊട്ട് ഇന്ന് വരെ ഒരു അറ്റകുറ്റപ്പണിയും ഇവിടെ നടന്നിട്ടില്ല. എപ്പോഴാ പാലം അതിൻ്റെ ആ കൈവരിയൊക്കെ തീർത്തും പോകാറായിരിക്കുക, എപ്പോഴാ താഴെ പോകുന്നതെന്നുള്ള രീതിയിലായിരിക്കുന്നത്. ഇതിപ്പം ഫണ്ട് അനുവദിച്ചാലും അത് വിനിയോഗിക്കാൻ പറ്റുന്നില്ല. പുഴയുടെ ഇരുകരകളിലുമായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പാലം വന്നതോടെ കടത്തിനെ ആശ്രയിക്കുന്നതും അവസാനിച്ചു. അധികാരികളോട് ജനങ്ങൾ പരാതി പറഞ്ഞു മടുത്തു. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് ദിനംതോറും ഈ പാലത്തിലൂടെ കയറി ഇറങ്ങുന്നത്. തിരുവഞ്ചൂർ അത് ഉണ്ടാക്കിയിട്ട് 2 പ്രാവശ്യം പൈസ അനുവദിച്ചു. അപ്പം 10 രൂപ ആദ്യം അനുവദിച്ചു, അത് പോരെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഈയിടെ 15 രൂപ അനുവദിച്ചു. 15 ലക്ഷമല്ലേ, 15 ലക്ഷം അനുവദിച്ചു, അതും പോരെന്നും പറഞ്ഞിരിക്കുക. 2 തവണയായി പാലത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് പണം അനുവദിച്ചതായി ചിലർ പറയുന്നു. KEL ആണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇപ്പോൾ അറ്റകുറ്റപ്പണിക്ക് പുതിയ കമ്പനിയെ കണ്ടെത്താൻ സാധിക്കാത്തതും വെല്ലുവിളിയാണ്. മൈലപ്പള്ളിക്കടവ് നടപ്പാതയിലൂടെ ഓരോ അടി വയ്ക്കുമ്പോഴും ഒന്നോർക്കുക, മറുകരയെത്തും വരെ അപകടം പതുങ്ങിയിരിപ്പുണ്ട്. ക്യാമറമാൻ അരുൺ നീണ്ടൂറിനും ജിത്തു കൃഷ്ണനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കോട്ടയം. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ പോകുന്നത് തൃശൂർ പൂരം വാർത്തകളിലേക്കാണ്. പൂരം, പൊടിപൂരം. സാമ്പിൾ വെടിക്കെട്ട് നടക്കാൻ പോകുന്നു. 7 മണിക്കാണ് സാമ്പിൾ വെടിക്കെട്ട്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, ഒപ്പം തിരുവമ്പാടി ദേവസ്വം ഓഫീസിന് മുന്നിൽ നിന്ന് സൂരജ് സജി എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം നിഖിൽ പ്രമേഷിലേക്കാണ്. നിഖിൽ, ഇനിയും ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ സാമ്പിൾ വെടിക്കെട്ട് നടക്കാൻ. വിവരങ്ങൾ.
ഉന്മേഷ്, ഇരു വിഭാഗങ്ങളുടെയും സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 7 മണി എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. അല്പസമയം ഒരുപക്ഷെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നിരിക്കെ പോലും ഒരു 7:15 കൂടിയെങ്കിലും തിരുവമ്പാടിയുടെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിൽ ആളുകൾ എല്ലാ ഭാഗങ്ങളിലും തടിച്ചുകൂടിയിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തവണ നിയന്ത്രണങ്ങൾ നന്നേ കുറവാണ്. കഴിഞ്ഞ തവണ ഉണ്ടായ വിവിധ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നന്നേ കുറച്ചിട്ടുണ്ട്. പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. 4000-ഓളം പോലീസുകാരെ വിവിധ മേഖലകളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഈ പാറമേക്കാവിന്റെ വെടിക്കെട്ട് ഏറ്റവും ഭംഗിയായി ഉയരത്തിൽ നിന്ന് കാണാനാകുന്ന എലൈറ്റ് ഹോട്ടലിന്റെ മുകളിലാണ്. അവിടെ നിന്നാൽ നമുക്ക് നന്നായി ഈ കാഴ്ചകൾ കാണാൻ കഴിയും. അത് പ്രേക്ഷകർക്ക് ഒപ്പിയെടുത്ത് കൊടുക്കാൻ വേണ്ടി കഴിയും. ഇവിടെ നേരത്തെ തന്നെ മുൻകൂട്ടി നൽകിയിട്ടുള്ള ടിക്കറ്റ് പ്രകാരം എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണുള്ളത്. ഇവിടെ താമസിക്കുന്ന ആളുകൾക്കൊപ്പം തന്നെ കോംപ്ലിമെന്ററി പാസ് വഴി നൽകിയും ഒരുപാടധികം ആളുകൾ ഇന്ന് ഉച്ച മുതൽ തന്നെ ഏതാണ്ട് 3 മണി മുതലൊക്കെ ഇവിടെ കയറി സീറ്റ് ഉറപ്പിച്ച ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. നമുക്ക് അവരുടെ അഭിപ്രായങ്ങളിലേക്ക് കൂടി വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. എവിടെ നിങ്ങളൊക്കെ വരുന്നത്? എല്ലാ വർഷവും ഇവിടെ വന്ന് കാണാറുണ്ടോ? എല്ലാ വർഷവും ഇവിടെ കാണാറുണ്ട്. എവിടുന്ന? തൃശ്ശൂർ തന്നെയാണ്. സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മറ്റന്നാളത്തെ വെടിക്കെട്ടിന്റെ ഒരു മിനി പതിപ്പാണ്, ചെറു പതിപ്പാണല്ലോ. അതെ, വെറൈറ്റി കളറുകൾ പൊട്ടും സാമ്പിളിന്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ അത് ഇതിനുണ്ടാവില്ല, പൂരത്തിന്റെ അന്നത്തെ വെടിക്കെട്ടിനുണ്ടാവില്ല. ഇതിലായിരിക്കും കൂടുതൽ കളർഫുൾ സാധനങ്ങൾ വരിക, വെറൈറ്റി സാധനങ്ങൾ പൊട്ടും. അതാണ്. അപ്പം സാമ്പിളിനുണ്ട് ഒരുപാട് പ്രത്യേകതകൾ. പൂരം വെടിക്കെട്ടിന്റെ അന്നുണ്ടാകുന്ന കളർ ഇനത്തിലുള്ള സാധനങ്ങൾ അത് ഇന്നേ ഉണ്ടാകും എന്നാണ് തൃശ്ശൂർക്കാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇവരെവിടുന്ന വരുന്നത് നമുക്ക് ചോദിക്കാം. എവിടുന്നാണ്? ഷൊർണൂരിന്നാ. പാലക്കാട്. അതെ. ഇതിനു വേണ്ടി വന്നതാണോ? അതെ, വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നത് തന്നെയാണ്. സാമ്പിൾ നേരത്തെ കണ്ടിട്ടുണ്ട്? നേരത്തെ കണ്ടിട്ടുണ്ട്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു. റൗണ്ടിലേക്ക് തന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം റൗണ്ടിലേക്ക് ഒക്കെ പെർമിഷൻ കുറച്ച് നടക്കാനെങ്കിലും പറ്റുന്നുണ്ട്, ഇളവുകളുണ്ട്. മാഡം എവിടുന്ന? ഷൊർണൂറാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ചാണോ? എങ്ങനെയുണ്ട് അപ്പൊ ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഹായ് സർ. വർക്കുകൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ വെച്ച് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു മാറ്റം വരെ സംഭവിക്കില്ല വിചാരിക്കുന്നു. അപകടരഹിതമായി സംഭവിക്കുന്നത് മാത്രം പ്രാർത്ഥിക്കുന്നു. അത്രേ ഉള്ളൂ. ഗംഭീരമാവാൻ സാധ്യത ഉണ്ട്. എല്ലാം കൊണ്ടും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. സംഭവിക്കുന്നു. ഇവിടെ 2 പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. ഒന്നിപ്പോൾ ഇവിടെ പാസ്സൊക്കെ നൽകിയ ആളുകളെ ക്ഷണിച്ച ആളുകൾ, അതായത് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുണ്ട്. ഒരു ഭാഗത്ത് VIP പവലിയനുണ്ട്. അതിൽ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ അവിടെ എത്തിയായിരിക്കും ഈ വെടിക്കെട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം, അതായത് 7 മണി കഴിയുന്നതിന് പിന്നാലെ തന്നെ തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം അതിനുള്ള അവസാനവട്ട അനുമതികളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. അത് ലഭിക്കുന്ന ഉറക്കെ തിരുവമ്പാടിയുടെ സാമ്പിൾ ആരംഭിക്കുക. ആ സാമ്പിളിൽ തന്നെയുണ്ട് ഒരു മത്സരം, അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ഏറ്റവും മികച്ച സാമ്പിൾ ഒരുക്കിയത് എന്നുള്ളതൊക്കെ ഒരു കൗതുകമാണ്. അപ്പോൾ അത് ഈ സാമ്പിളിന് ശേഷവും ആളുകൾ വിലയിരുത്താറുണ്ട്. ഏറ്റവും മികച്ച സാമ്പിൾ തിരുവമ്പാടിയുടേതായിരുന്നു അല്ലെങ്കിൽ പാറമേക്കാവിൻ്റെതായിരുന്നു, അങ്ങനെയുള്ള അവകാശവാദങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ആളുകൾ ഇതിനെ ആഘോഷമാക്കി മാറ്റുന്നു, അതിനെ വലിയ രീതിയിൽ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ എല്ലാവരും ഇവിടെ നിൽക്കുന്ന ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിയന്ത്രണങ്ങൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ആളുകൾക്ക് അല്പം കൂടെ ഫ്രീ ആയി ഇടപെടാൻ പറ്റുന്നുണ്ട്, പൂരം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും പറയുന്ന കാര്യം. ഉന്മേഷ്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവമ്പാടി ദേവസ്വം ഓഫീസിന് മുന്നിൽ നിന്ന് സൂരജ് സജ് കൂടി ചേരുന്നുണ്ട്. സൂരജ്, ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ, സാമ്പിൾ വെടിക്കെട്ടിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഞാൻ തിരുവമ്പാടി ഓഫീസിന് മുകളിലത്തെ നിലയിലാണുള്ളത്. അതായത് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കാണാൻ കഴിയുന്ന ഒരിടം എന്ന് പറയുന്നത് തിരുവമ്പാടി ദേവസ്വം ഓഫീസിന് മുകളിലാണ്. പ്രത്യേകിച്ച് ഈ പൂരപ്പറമ്പ് ഇതിനോട് ചേർന്നൊരു മേഖലയിലാണ്. അത് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവിടെ തിരുവമ്പാടിയുടെ വെടിക്കെട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. വലിയ മാധ്യമ സംഘം തന്നെ ഇതിന് മുകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ക്യാമറയൊക്കെ ഇതിന് മുകളിൽ വെച്ച് നമുക്കത് ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരു മാധ്യമ സംഘം തന്നെ ഇതിന് മുകളിൽ ക്യാമറയൊക്കെ വെച്ച് നിലയുറപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവമ്പാടിയുടെ ആളുകൾ എല്ലാവരും തന്നെ അവിടെ സജ്ജമായിട്ടുണ്ട്. ഇത്തവണ ഈ വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്ത് ഈ ഓരോ ദേവസ്വത്തിന്റെയും ആളുകളെ വളരെ കുറച്ചു മാത്രമാണ് വിന്യസിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണയെല്ലാം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക പാസ്സെല്ലാം നൽകിയാണ് ഈ വെടിക്കെട്ട് നടക്കുന്ന മേഖലയിൽ ആളുകളെ വിന്യസിപ്പിച്ചിട്ടുള്ളത്. അത് ഓരോ ദേവസ്വത്തിനും നിശ്ചിത ആളുകളുടെ എണ്ണം ജില്ലാ ഭരണകൂടവും പോലീസും എല്ലാം ചേർന്ന് നിശ്ചയിച്ച് നൽകുകയായിരുന്നു. അവർ മാത്രമാണ് അവിടെ ഉള്ളത്. ഇതോടൊപ്പം തന്നെ തിരുവമ്പാടി ദേവസ്വം ക്ഷണിച്ചെത്തിയ ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ ദേവസ്വം ഭാരവാഹികളുണ്ട്. അവർക്കൊക്കെയാണ് ഇവിടെ നിന്ന് വെടിക്കെട്ട് കാണാനുള്ള ഒരു അവസരമായി കരുതുന്നത്. നിരവധി ആളുകൾ തന്നെ, അതായത് വൈകുന്നേരം ഒരു 3 മണിയോടൊക്കെ കൂടി തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിലയുറപ്പിച്ച ആളുകളുണ്ട്. അവരെല്ലാവരും തന്നെ വൈകുന്നേരം 3 മണിക്കൊക്കെ കയറി ഇവിടെ നിലയുറപ്പിച്ചതാണ്. കാരണം ഈ മുൻവശത്ത് നിന്ന്
വെടിക്കെട്ട് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് അവരെല്ലാവരും ലക്ഷ്യം വെക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഞായർ അവധിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കാണ് ഈ സാമ്പിൾ വെടിക്കെട്ടിനെല്ലാം തന്നെ ഇവിടെ. അതായത് സാമ്പിൾ വെടിക്കെട്ട് കാണാനൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കാരണം ഈ സ്വരാജ് റൗണ്ടൊക്കെ നിറഞ്ഞു കവിഞ്ഞ്, അതായത് ഒരു 5:30 കൂടി സ്വരാജ് റൗണ്ടിലൂടെ ഞാനൊന്ന് നടന്നിരുന്നു. ആ സമയത്തെല്ലാം തന്നെ വലിയ തിരക്ക്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് പട്ടാമ്പിയിൽ നിന്നൊക്കെ വന്ന കുടുംബമാണ്. നമ്മൾ ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു. വെടിക്കെട്ട് കാണാൻ വേണ്ടി വന്നതാണോ? കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് വെടിക്കെട്ട്? ആദ്യമായിട്ടാണ്. എങ്ങനെ പ്രതീക്ഷിക്കുന്നത്? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണുള്ളത്. ഇതുവരെയ്ക്കും ഇങ്ങനെ അടുത്ത് നിന്നിട്ടൊന്നും കണ്ടിട്ടില്ല. സോ വെരി എക്സൈറ്റഡ്, വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അതുപോലെ തന്നെ ഉന്മേഷ്, ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ക്യാമറ ചലിപ്പിക്കുന്ന ബിനേഷ് ബാബുരാജാണ്. പ്രേക്ഷകരൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് ബിനേഷ് ബാബുരാജിനെ ഒന്ന് കാണിക്കുമോ എന്ന്. എന്തായാലും ബിനേഷ് ബാബുരാജിന്റെ ഭാര്യയാണ് ഈ നിൽക്കുന്നത് അല്ലേ? വെടിക്കെട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഞങ്ങൾക്ക് വീട്ടിലിരുന്നാ കാണാവുന്നതാണ്. നേരിട്ട് വന്ന് ഇത്രയും അടുത്ത് കണ്ട് ഫസ്റ്റ് ടൈമാണ്. ആദ്യമായിട്ടാണ് വരുന്നത് വെടിക്കെട്ട്? സാമ്പിൾ കാണാൻ ആദ്യമായിട്ട് വരുന്നത്. ഒരു കാര്യമൊക്കെ ആയിട്ട് വെടിക്കെട്ട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്. അതെ, കൊണ്ടുപോകാൻ പറയാം ഹസ്ബൻഡിന്റെ അടുത്ത്. ഇവിടെ ജോലിയുണ്ട്. എന്തായാലും അത് തന്നെയാണ്. അതായത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. മോളെ, വെടിക്കെട്ട് കാണാൻ വന്നാണോ? എന്താ കാണാൻ ഉദ്ദേശിച്ചത്? പൊട്ടുന്ന കാണോ? ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിൽ ഇതിന് മുകളിലെല്ലാം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്. തിരുവമ്പാടിയെ സംബന്ധിച്ച് തിരുവമ്പാടി ചില സസ്പെൻസുകൾ ഒളിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ പറയുന്നത് ഈ ആകാശത്ത് സമൂഹത്തിന് തന്നെ ഒരു നന്മ നൽകുന്ന ഒരു സന്ദേശം അത് ആകാശത്ത് വിരിയിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ സന്ദേശം എന്താണ് എന്ന് നമുക്കറിയാം. പക്ഷെ അത് ആ വെടിക്കെട്ടോടുകൂടി തന്നെ പ്രേക്ഷകർ അറിയട്ടെ എന്നുള്ളതാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ശക്തി വിളിച്ചോതുന്ന ഒരു വെടിക്കെട്ട് അത് മാനത്ത് നടത്തും എന്നുള്ളതാണ് തിരുവമ്പാടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ നിരവധി സസ്പെൻസുകൾ തിരുവമ്പാടി പ്രഖ്യാപിക്കുന്നുണ്ട്, ഒളിപ്പിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ അല്പസമയം, അതായത് മിനിറ്റുകളുടെ ഇടവേള മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് കാണാൻ മിനിറ്റുകൾ മാത്രമാണ് അവശേഷിപ്പിക്കുന്നത്. അപ്പോഴും പാറമേക്കാവ് എന്തൊക്കെ കൗതുകങ്ങളാണ് ഒളിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഇതുവരെയും ഒരു സൂചനയില്ല. പാറമേക്കാവും അത്തരത്തിൽ ചില കൗതുകങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഉന്മേഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പെസോ നിയമം, അതായത് മുമ്പാണ് ഈ പെസോ നിയമം ചില ഭേദഗതി പെസോ കൊണ്ടുവരുന്നത്. അത് ഈ തൃശൂർ പൂരം വെടിക്കെട്ടിനെ തന്നെ വലിയ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ വെടിക്കെട്ട് നടത്താൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ആ സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു സുപ്രധാന ഇടപെടൽ അതാണ് ഈ വെടിക്കെട്ടിനെ സുഗമമായി നയിക്കുന്നതിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സാധാരണ നടത്തുന്ന ഫയർ ലൈൻ, അതായത് ഈ വെടിക്കെട്ട് നടത്തുന്ന ലൈൻ, അത് കുറച്ചുകൂടി ഈ വടക്കുംനാഥ ക്ഷേത്രത്തിന് അടുത്തേക്ക് വലിക്കുന്നു. അങ്ങനെ അടുത്തേക്ക് വലിച്ചുകൊണ്ട് ഈ ഫയർ ലൈനും ഇത് കാണുന്ന കാണികളും തമ്മിലുള്ള ദൂരപരിധി കുറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വെടിക്കെട്ട് പുര അത് കാലിയാക്കിയിടുന്നു. പൂർണ്ണമായും അവിടെയുള്ള വെടിക്കെട്ട് സാമഗ്രികളെല്ലാം തന്നെ അവിടെ നിന്ന് ഒഴിപ്പിച്ച ആ വെടിക്കെട്ട് പുര കാലിയാക്കിയിടുന്നു. അങ്ങനെ ഈ പെസോയുടെ നിയമത്തെ ഏത് തരത്തിൽ നിയമപരമായി മറികടക്കാമെന്ന് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു. അതിൽ AGയുടെ നിയമോപദേശം തേടുന്നു. ആ നിയമോപദേശത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ പെസോയുടെ നിയമ ഭേദഗതികളെ തന്നെ മറികടന്നുകൊണ്ട് സുഗമമായി, അതായത് ഒരു പതിറ്റാണ്ടിനിടയ്ക്ക് ഈ സ്വരാജ് റൗണ്ടിൽ നിന്ന് ഈ വെടിക്കെട്ട് കാണാൻ കഴിയുന്ന ഒരു അസുലഭ നിമിഷം എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയ്ക്ക് ഈ സ്വരാജ് റൗണ്ടിൽ നിന്ന് ആർക്കും തന്നെ വെടിക്കെട്ട് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഇടപെടലിലൂടെ സ്വരാജ് റൗണ്ടിൽ നിന്ന് തന്നെ ഇക്കുറി വെടിക്കെട്ട് കാണാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് മാറിയിരിക്കുന്നു. പക്ഷെ പാറമേക്കാവിന്റെ വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്തിൽ അത്തരത്തിൽ സ്വരാജ് റൗണ്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും, തിരുവമ്പാടിയുടെ ഭാഗത്ത് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പാറമേക്കാവിന്റെ അവിടെ നിന്ന് സ്വരാജ് റൗണ്ടിൽ നിന്ന് സുഗമമായി വെടിക്കെട്ട് കാണാൻ കഴിയുന്ന ഒരു സൗകര്യമുണ്ട്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനി മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഉന്മേഷ്, ശരി സൂരജ് ഒപ്പം നിഖിലുമാണ് തൃശ്ശൂരിൽ നിന്നുള്ള കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച് നമ്മൾ സാമ്പിൾ വെടിക്കെട്ട് നടക്കുമ്പോൾ അതിലേക്ക് തിരികെ എത്തും. അതിനു മുൻപ് നമ്മൾ നേരത്തെ നടന്ന വിവാദങ്ങൾ ഓർക്കുന്നുണ്ടാകും പ്രേക്ഷകർ. കഴിഞ്ഞ പൂരക്കാലവുമായി ബന്ധപ്പെട്ട് 2024 തൃശ്ശൂർ പൂരത്തിന് പിന്നാലെയാണ് ഈ വിവാദങ്ങൾ ഉണ്ടായത്. എന്താണ് അന്ന് സംഭവിച്ചത് എന്നത് നമ്മൾ ഒരു എക്സ്പ്ലെയിനറിലൂടെയാണ് ഇനി പരിശോധിക്കുന്നത്. തൃശൂർ പൂരം ദിനത്തിൽ ഏറ്റവും ആദ്യം വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് പുറപ്പെടുക ഘടകപൂരമായ കണിമംഗലം ശാസ്താവാണ്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 19 ശാസ്താവിന്റെ എഴുന്നള്ളിപ്പ് എത്തിയപ്പോൾ സ്വരാജ് റൗണ്ടിൽ ഗതാഗത ക്രമീകരണം ഒരുക്കാത്തതിനാൽ നിറയെ വാഹനങ്ങൾ. വലിയ തിരക്കിൽപ്പെട്ട് ബസ്സുകൾക്കിടയിലൂടെ പെടാപ്പാടുപെട്ടാണ് കണിമംഗലം ശാസ്താവ് പൂരം ക്ഷേത്രത്തിലെത്തിയത്. പൂരം ദിനത്തിലെ പോലീസ് സംവിധാനത്തിന്റെ ആദ്യ വീഴ്ച അതായിരുന്നു. സ്വരാജ് റൗണ്ടിലേക്കുള്ള 16 വഴികളിലും ഗതാഗതം തടയാറുണ്ട് പതിവായി. രാവിലെ 6:30 തൊട്ടേ വാഹനങ്ങൾ കടത്തിവിടാറില്ല. എന്നാൽ അതൊന്നും കഴിഞ്ഞ വർഷം അവിടെ നടപ്പാക്കിയില്ല. തെക്കേ ഗോപുരം വഴി ഘടകപുരം അകത്ത് കടന്നപ്പോൾ അവിടെ അടുത്ത തടസ്സം. വഴിമുടക്കി പോലീസ് ബാരിക്കേഡുകൾ. ആനയ്ക്ക് നടന്നു പോകാൻ പറ്റാത്ത വിധം ബാരിക്കേഡുകൾ ക്രമീകരിച്ചിരിക്കുന്നു. അവസാനം കൊച്ചിൻ ദേവസ്വം ബോർഡ് നേതൃത്വം ഇടപെട്ട് പോലീസിനോട് ബാരിക്കേഡുകൾ നീക്കാൻ ആവശ്യപ്പെട്ടു. പൊതുജനത്തെ പോലീസ് രണ്ടായി തരംതിരിക്കാറുണ്ട്: പാസീവ് ക്രൗഡ് ആൻഡ് ആക്റ്റീവ് ക്രൗഡ്.
പൂരപ്പറമ്പിലും ഉത്സവപ്പറമ്പിലും കാണുന്ന ജനക്കൂട്ടം പാസീവ് ക്രൗഡാണ്. പാസീവ് ക്രൗഡിന്റെ ഒഴുക്കിന് ഒരു താളമുണ്ട്. പോലീസിന് സാന്നിധ്യം ഉണ്ടായാൽ മതി, അനുസരണയോടെ ജനം നീങ്ങും. സമരങ്ങളിൽ കാണുന്ന ജനക്കൂട്ടമാണ് ആക്റ്റീവ് ക്രൗഡ്. പൂരപ്പറമ്പിലേത് ആക്റ്റീവ് ക്രൗഡാണ് എന്ന രീതിയിൽ സമീപിച്ച പോലീസിന് അവിടെ വീണ്ടും തെറ്റുന്നു. അനുഭവ പരിചയമില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെയാണ് അന്ന് ഡ്യൂട്ടിക്ക് നിയോഗിച്ചത് എന്ന വിമർശനവും പിന്നാലെ ഉയർന്നു കേട്ടു. തൃശൂർ പൂരത്തെ നന്നായി അറിയാവുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിമാർ കമ്മീഷണർക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്നതിനാൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് പൂരം സംഘാടക യോഗത്തിൽ പങ്കെടുക്കാൻ അനുമതിയില്ലായിരുന്നു. കലക്ടറും കമ്മീഷണറും നേതൃത്വം നൽകിയ യോഗങ്ങളിൽ അതൃപ്തിയുണ്ടായി. തൃശൂർ പൂരത്തിന്റെ സംഘാടകരോടുള്ള നിർദ്ദേശങ്ങൾ കടുത്തുപോയി എന്നും വിമർശനമായിരുന്നു. പൂരപ്പറമ്പിൽ പോലീസുമായുള്ള പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കാരണം പൂരം നടത്തിപ്പ് പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ കൈകളിൽ വന്നതോടെ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ തുടർന്നു. വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എണ്ണ കൊണ്ടുപോയ ദേവസ്വം ജീവനക്കാരെ വരെ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. ആനയ്ക്ക് പട്ട നൽകാൻ പോയവരെയും തടഞ്ഞു. രാത്രിയിൽ പോലീസ് കൂടുതൽ കർക്കശക്കാരായി. തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് ബാരിക്കേഡ് കെട്ടി ഒരാനയ്ക്ക് പോകാൻ മാത്രമായി നിയന്ത്രിച്ചതോടെ തർക്കം രൂക്ഷമായി. സ്വരാജ് റൗണ്ടിൽ പൂരം നടത്തിപ്പിൽ അനുഭവ പരിചയമുള്ള ഉദ്യോഗസ്ഥർ ഇല്ലാതെ വന്നതോടെ പ്രശ്നം കൂടുതൽ സങ്കീർണമായി. തിരുവമ്പാടിക്കാർ പൂരത്തിൽ നിന്ന് പിന്മാറി. പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് സുഗമമായി പോകാൻ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡിവൈഎസ്പി പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനാൽ അവിടെ എതിർപ്പുകൾ ഉണ്ടായതുമില്ല. രാത്രിയിൽ പന്തലിലെ വെളിച്ചം ഓഫ് ചെയ്ത് വെടിക്കെട്ടിനില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ തിരുവമ്പാടിക്കാരെ അണിനയിപ്പിക്കാൻ കലക്ടറെത്തുന്ന കാഴ്ച പിന്നീട് കണ്ടു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ. ശ്രീമൂലസ്ഥാനത്ത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ ചർച്ച നടത്തി. ചർച്ചകൾ തീർന്നപ്പോൾ നേരം പുലർന്നു. വെടിക്കെട്ട് നടത്താൻ ഇരുകൂട്ടരും തീരുമാനിക്കുന്നു. ഒടുവിൽ ചരിത്രത്തിൽ ആദ്യമായി വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം വെടിക്കെട്ട് പൊലിമയില്ലാതെ പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടി വന്നു. അപ്പോൾ അതാണ് കഴിഞ്ഞ പൂരക്കാലത്തുണ്ടായത്. ആ വിവാദങ്ങളുടെ അനുരണനങ്ങൾ ഇപ്പോഴും അത് പ്രേക്ഷകർ അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ പാടില്ലാത്തതാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കൊച്ചിയിലെ വഖഫ് സംരക്ഷണ റാലിയിൽ ക്ഷണിച്ചില്ലെന്ന വിവാദത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. റാലിയെക്കുറിച്ചും സംഘടനയെക്കുറിച്ചും ഒന്നും പറയുന്നില്ലെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24 പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് റാഫി കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമ്മേളനം സുന്നി വിഭാഗത്തിൻ്റെ എറണാകുളത്ത് നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗായിരുന്നു വഖഫുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും മുന്നിൽ നിന്നത്. ഇന്നത്തെ സമ്മേളനത്തിൽ തങ്ങളെ ക്ഷണിക്കാത്തതിൻ്റെ പേരിൽ ചില വിവാദങ്ങളുണ്ടായി. അത്തരത്തിൽ ഒരു ക്ഷണം ആഗ്രഹിച്ചിരുന്നു. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം? അതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. വഖഫ് പോലുള്ളൊരു വിഷയം, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കിയത് അത് ഏതെങ്കിലും ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല. അതൊരു ദേശീയ വിഷയമാണ്, ദേശീയ രാഷ്ട്രീയത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും അതുപോലെ ഭരണഘടനാ തത്വങ്ങളെയൊക്കെ പാലിക്കുന്ന ഒരു നിയമ ഭേദഗതിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ എതിർക്കാൻ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. അത് ഒറ്റക്കെട്ടായി എതിർക്കുകയും ചെയ്യേണ്ടത്. അതിൻ്റെ പേരിൽ ഒരു വിഭാഗീയത ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അപ്പോൾ അതിനെ എതിർത്തത് ജാതി മത കക്ഷി ഭേദമന്യേ രാജ്യത്തെ എല്ലാവരുമാണ്. പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർത്തു. മുഴുവൻ സമുദായങ്ങളും അതിനെ എതിർക്കുകയാണ്. കാരണം ഇത്തരം നിയമങ്ങൾ എന്നുള്ളത് ഒരു സമുദായത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പല സമുദായങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ രാജ്യം തന്നെ ഒറ്റക്കെട്ടായിട്ട് എതിർക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പേരിലൊരു വിഭാഗീയത ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ റാഫി കരീം ചേരുന്നുണ്ട്. റാഫി, എന്താണ് അദ്ദേഹം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന ഒരു നിലപാട്? റാഫി, കൊച്ചിയിൽ നടന്ന വഖഫ് സംരക്ഷണ സമ്മേളനത്തെ കുറിച്ച് അദ്ദേഹത്തോടുള്ള ചോദ്യത്തോട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയം അത് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട വിഷയമാണ്. ഒരു സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല വഖഫ് എന്നുള്ളതാണ്. അത് ഭരണഘടനയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ വിഷയത്തിൽ ഒറ്റക്കെട്ടായാണ് ഇതുവരെയും നിന്നിട്ടുള്ളത്. ഇനിയും ആ നിലയിലുള്ള നിലപാടാണ് എല്ലാ സംഘടനകളിൽ നിന്നും വേണ്ടതെന്നാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. ഒപ്പം തന്നെ വഖഫ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വിഭാഗീയത പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. വഖഫ് സംരക്ഷിക്കേണ്ടത് എല്ലാ സമുദായങ്ങളുടെയും ആവശ്യമാണ് എന്നുകൂടി സാദിഖ് അലി ശിഹാബ് തങ്ങൾ
ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളോടുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി സംഘാടനത്തെക്കുറിച്ചോ സമ്മേളനത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല എന്നുള്ളതായിരുന്നു. വഖഫ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചിയിലെ വഖഫ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുന്നി സംഘടനകൾക്കിടയിൽ തന്നെ വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു. പല സംഘടനകളും ഈ വിഷയത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന നിലപാടുണ്ടായിരുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 4 സുന്നി സംഘടനകൾ സംഘടിപ്പിച്ച അവർ പങ്കെടുക്കേണ്ട പരിപാടിയിൽ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ പങ്കെടുക്കില്ല എന്ന് ജനറൽ സെക്രട്ടറി തന്നെ പ്രഖ്യാപിക്കുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സമ്മേളനത്തിലേക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കാതിരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഭാഗീയത ഉണ്ടായതെന്നൊരു തരത്തിലായിരുന്നു പുറത്തു വന്ന വിവരങ്ങൾ. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഈ സമ്മേളനത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഈ സമ്മേളനത്തിൽ ക്ഷണിക്കാത്തത് കൊണ്ടാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് ഉണ്ടായത്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കോഴിക്കോട് ലഹരി കൈമാറ്റത്തിന് പുതിയ രീതി. അടച്ചിട്ട വീടിന് മുന്നിൽ ഡ്രോപ്പിംഗ് നടത്തിയ നിലയിൽ 650 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയുടെ വീടിന് മുന്നിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. നേരിട്ട് കൈമാറുന്നത് സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് പുതിയ രീതിയെന്ന് ഫറോക്ക് ACP പറയുന്നു. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, സ്ഥലവും അടയാളവും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച ശേഷം ലഹരി കൈമാറുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഡ്രോപ്പിംഗ് നടത്തിയ നിലയിലാണ് 650 ഗ്രാം കഞ്ചാവ് കോഴിക്കോട് നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. കോഴിക്കോട് ഒളവണ്ണ സ്വദേശിയുടെ അടച്ചിട്ട വീടിന് മുന്നിൽ നിന്നുമാണ് ഇത്തരത്തിൽ കഞ്ചാവ് കണ്ടെത്തിയത്. ഈ വീട്ടിലുള്ള ആളുകൾ കുറെ ദിവസമായി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഇവരെത്തിയ ശേഷം പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു പായ്ക്കറ്റുകളിലാക്കി 650 ഗ്രാം കഞ്ചാവോളം കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. ഫറൂഖ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഡ്രോപ്പിംഗ് നടത്തിയതാണ് ഈ കഞ്ചാവ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നതനുസരിച്ച് നേരിട്ട് കൈമാറ്റം ചെയ്യുന്നത് സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഡ്രോപ്പിംഗിലൂടെ കഞ്ചാവ് കൈമാറ്റം അല്ലെങ്കിൽ ലഹരി കൈമാറ്റം നടത്തുന്നതെന്നാണ് പറയുന്നത്. ഇതിന് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം രാമനാട്ടുകരയിൽ നിന്നും 2 കിലോഗ്രാം കഞ്ചാവും കണ്ടെത്തിയിരുന്നു. എന്താണെങ്കിലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരാണ് ഇത്തരത്തിൽ കഞ്ചാവ് ഉപേക്ഷിച്ചത് എന്നതിലും പരിശോധന നടക്കുകയാണ്. ഉന്മേഷ്. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി എത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. വ്യാജ ഹാൾ ടിക്കറ്റ് വിദ്യാർത്ഥിക്ക് നൽകിയത് അക്ഷയ സെന്റർ ജീവനക്കാരി എന്ന മൊഴി. അക്ഷയ സെന്റർ ജീവനക്കാരിയെ ചോദ്യം ചെയ്യും. കാൻഡിഡേറ്റിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ ആദ്യത്തെ പോർഷൻ ആ കാൻഡിഡേറ്റിൻ്റെ പേരും അഡ്രസ്സുമാണ്. പക്ഷേ അതിൻ്റെ അടിയിലെ ഡിക്ലറേഷൻ ഭാഗത്ത് വേറൊരു പയ്യൻ്റെ പേരാണ് അതിനകത്തുള്ളത്. അന്വേഷിച്ച സമയത്ത് ഒരു അക്ഷയ സെൻറ്ററിൽ നിന്ന് അവർ അഡ്മിറ്റ് കാർഡ് എടുക്കുകയും അത് ഈ പയ്യൻ്റെ അമ്മയുടെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്ത് അവർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് കിട്ടുന്നത് ഇതുവരെയുള്ള ഇൻഫർമേഷൻ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ അക്ഷയ സെൻറ്ററുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ വെരിഫൈ ചെയ്താൽ മാത്രമേ ഇതെങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. AV ജയശങ്കർ ഉണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എന്താണ് ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ നൽകുന്ന വിവരം? ഈ അക്ഷയ സെന്റർ ജീവനക്കാരി ഹോൾ ടിക്കറ്റ് നൽകിയെന്ന് പറയുമ്പോൾ എവിടെയാണ് പിഴവ് പറ്റിയത്? അതായത് ബോധപൂർവമാണോ ജയശങ്കർ? അതായത് ഈ വിദ്യാർത്ഥിയുടെ മാതാവ് ഇത്തരത്തിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകുന്നതിന് വേണ്ടി നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരിയെ ചുമതലപ്പെടുത്തി അവർക്ക് പണം ഉൾപ്പെടെ നൽകി. അതിനുശേഷം ഈ അക്ഷയ സെന്ററിൽ തന്നെയാണ് ഈ വിദ്യാർത്ഥി ഹാൾ ടിക്കറ്റ് ഉൾപ്പെടെ കൈപ്പറ്റിയത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പിന്നീട് ഈ ഹാൾ ടിക്കറ്റ് ഈ പരീക്ഷ എഴുതാൻ പത്തനംതിട്ടയിലെത്തി. പിന്നീട് പരീക്ഷ ഹാളിൽ വെച്ചാണ് ഇത്തരത്തിൽ വ്യാജ ഹാൾ ടിക്കറ്റ് ആണെന്ന് തിരിച്ചറിയുന്നത്. ഇത്തരത്തിൽ മറ്റൊരു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പരീക്ഷ എഴുതുന്ന മറ്റൊരു വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ വ്യാജ ഹാൾ ടിക്കറ്റ് ഈ വിദ്യാർത്ഥിയുടെ പേരിൽ നിന്ന തരത്തിൽ അക്ഷയ സെന്റർ ജീവനക്കാരി കൃത്രിമം കാട്ടി ഇവർക്ക് പ്രിന്റ് എടുത്ത് നൽകുകയായിരുന്നു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും നെയ്യാറ്റിൻകര പോലീസ് ഈ അക്ഷയ സെന്റർ ജീവനക്കാരിയെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. പത്തനംതിട്ട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരം നെയ്യാറ്റിൻകര പോലീസിന് ഇതിനോടകം തന്നെ കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഈ അക്ഷയ സെന്റർ ജീവനക്കാരിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഈ പാറശാല സ്വദേശിയായ വിദ്യാർത്ഥി ഇത്തരത്തിൽ വ്യാജ ഹാൾ ടിക്കറ്റായി ഇന്ന് പത്തനംതിട്ടയിൽ നടന്ന നീറ്റ് പരീക്ഷ എഴുതാനാണ് എത്തിയത്. വിദ്യാർത്ഥിക്ക് ഇത് വ്യാജ ഹാൾ ടിക്കറ്റാണ്, തന്റെ പേരിലുള്ളതല്ല, കൃത്രിമമായി നിർമ്മിച്ചാണെന്ന വിവരം അറിയില്ലായിരുന്നു എന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ ഇവരെ അല്പസമയത്തിനകം തന്നെ നടപടികൾ പൂർത്തിയാക്കി വിട്ടയക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട പോലീസ് വിശദമായ അന്വേഷണം നടത്തും. ഈ അക്ഷയ സെന്റർ ജീവനക്കാരിയെ നെയ്യാറ്റിൻകരയിൽ അക്ഷയ സെന്റർ ജീവനക്കാരിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഇവർ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം കാട്ടിയിട്ടുണ്ടോ എന്ന പരിശോധനയായിരിക്കും പോലീസ് നടത്തുക.
ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും ഹാൾ ടിക്കറ്റ് വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ തുടരന്വേഷണം. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ബസിന്റെ അമിത വേഗവും മത്സര ഓട്ടവും ഒക്കെ അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. കൊല്ലത്തും സമാന സാഹചര്യമാണ്. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗമെന്ന പരാതി വ്യാപകമാകുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ കൊല്ലത്ത് മാത്രം ജീവൻ നഷ്ടമായത് 15-ൽ അധികം ആളുകൾക്കാണ്. അപകട സാധ്യത കൂടിയ മേഖലകളിൽ പോലും വേഗം കുറയ്ക്കാതെയാണ് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിലെന്നാണ് പരാതി. സ്വകാര്യ ബസ്സുകളുടെയും KSRTC ബസ്സുകളുടെയും മത്സരയോട്ടത്തിന്റെ കഥകൾ നാം ഇന്നും ഇന്നലെയും കേൾക്കാൻ തുടങ്ങിയതല്ല. പക്ഷേ അനുദിനം ഈ മരണപ്പച്ചിൽ പൊലിയുന്നത് നിരവധി മനുഷ്യജീവനുകളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ സ്വകാര്യ KSRTC ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ കൊല്ലം ജില്ലയിൽ പൊലിഞ്ഞത് 15-ലധികം ജീവനുകൾ. പരിക്കേറ്റവരുടെ എണ്ണം 100-ലധികം. പക്ഷേ ഇന്നും ആളെ കൊല്ലുന്ന ഓട്ടത്തിന് കുറവില്ല. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ദിനം പ്രതി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. യാത്രക്കാരുടെ ജീവന് വില കൽപ്പിക്കാതെയാണ് മത്സരയോട്ടം. അപകട സാധ്യത കൂടിയ മേഖലകളിൽ പോലും ബസ്സുകളുടെ വേഗം കുറയ്ക്കാറില്ല. നമ്മൾ സൈഡ് കൊടുത്ത് പോയാലും അവർ ഓൺ അടിച്ചിട്ടാണ് വരുന്നത്, ഓവർ സ്പീഡിലാണ് വരുന്നത്. അത് സർക്കാർ ആരും ഗവനിക്കുന്നില്ല. അത് ഗവനിക്കേണ്ട ഗവനിക്കാതെ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, സ്പീഡിൽ വരുന്നതും പിന്നെ നമുക്ക് ഒരു ഭയം ഉണ്ടാവും. ഓൾറെഡി ഒരു പരിധിവരെ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഫ്രണ്ടിൽ കൂടെ പോവുകയാണെങ്കിൽ അവർ ബാക്കിലൂടെ വരുന്ന സമയത്ത് ഒന്നാമത് ഓൾറെഡിക്ക് ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ഓടിക്കുന്നതിന് ഒരു ഡിസ്റ്റർബൻസ് ആവും. പിന്നെ ആവശ്യമില്ലാതെ ഓടിക്കുമ്പോഴേക്കും നമുക്കും ഒരു പരിധിക്കപ്പുറം കഴിയുമ്പോഴേക്കും ദേഷ്യം വരും. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെയാണ് മരണപ്പാച്ചിൽ. സമയത്തിന്റെ പേരിൽ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷങ്ങളും പതിവാണ്. പ്രൈവറ്റ് ബസ്സുകാരുടെ അമിത വേഗത എന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അമിത വേഗത. RTO ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണെങ്കിൽ പോലും അതിനേക്കാളും മത്സര ഓട്ടമാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുകയും ദാരുണമായ മരണങ്ങളിലേക്ക് അടക്കം പോകുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അമിതമായ വേഗതയാണ്. നിയമങ്ങൾ കർശനമാണ്, പക്ഷേ അപ്പോഴും അപകടങ്ങൾക്ക് കുറവില്ല. അപകടത്തിന് കാരണങ്ങൾ പലതുണ്ട്. വാഹനത്തിന്റെ കാലപ്പഴക്കവും അശ്രദ്ധമായി വാഹനമോടിക്കലും അടക്കം നിരവധിയായ കാരണങ്ങൾ അപകടത്തിലേക്ക് നയിക്കുന്നുവെന്നാണ് നിലവിലുള്ള കണ്ടെത്തൽ. പറഞ്ഞത് വീണ്ടും പറയുന്നുള്ളൂ. അപകടമുണ്ടായ ശേഷം ഇടപെടൽ നടത്തിയിട്ട് കാര്യമില്ല. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിച്ചേ മതിയാവും. അല്ലെങ്കിൽ തെരുവുകളിൽ ഇനിയും കൂട്ടക്കുരുതി തന്നെ നടക്കും. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ അരുൺ സാറിനൊപ്പം അരുൺ രാജ്, 24. പൊതുജനം കഴുതയല്ല സാർ. സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗം എന്ന പരാതി കൊല്ലത്തുയരുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇക്കാര്യത്തിൽ അധികൃതർ ഇടപെടലുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തൃശൂർ പൂരലഹരിയിലാണ്. സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങാൻ ഇരിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നിഖിൽ പ്രമേശും ഒപ്പം സൂരജ് സജ്ജിയും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം നിഖിലിലേക്കാണ് നമ്മൾ പോകുന്നത്. നിഖിൽ, എല്ലാവരും കാത്തിരിപ്പിലാണല്ലോ സാമ്പിൾ വെടിക്കെട്ടിനായി. നിഖിൽ, തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടക്കാൻ ഇനിയും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ എല്ലാവരും അവിടെ എത്തി സാമ്പിൾ വെടിക്കെട്ടിനായുള്ള കാത്തിരിപ്പിലാണ്. ഇത്തവണ വലിയ നിയന്ത്രണങ്ങൾ ഇല്ല. കഴിഞ്ഞ തവണ പൂരക്കാലത്തുണ്ടായ വിവാദങ്ങളുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ അധികൃതർ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഒട്ടേറെ ഇളവുകൾ നൽകിയിട്ടുണ്ട്. ഈ സ്വരാജ് റൗണ്ടിന്റെ ഭാഗത്തൊക്കെയുള്ള ഇളവുകളെ സംബന്ധിച്ച് നേരത്തെ അവിടെ എത്തിയ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇപ്പോൾ തൃശ്ശൂരിൽ സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതിൻ്റെ വർണ്ണവിസ്മയം എന്ന് പറയുന്നതാണ് അവിടെ പ്രേക്ഷകരെ അവിടേക്ക് ആകർഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവിടെ ആളുകളൊക്കെ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 7 മണിക്ക് സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ 7:23 ആകുന്നു. അല്പസമയത്തിനകം സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കും. പൊതുജനങ്ങളുടെ വലിയ പങ്കാളിത്തം ഉണ്ട്. പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഈ സാമ്പിൾ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. സാമ്പിൾ വെടിക്കെട്ട് ഇപ്പോൾ അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. മാനത്തെ വർണ്ണവിസ്മയമുണ്ട്. പ്രേക്ഷകർക്ക് അത് കാണാം. അങ്ങനെ പൂരാവേശത്തിൽ തൃശ്ശൂർ, വലിയ ആവേശത്തിൽ അവിടെ ആളുകൾ സാമ്പിൾ വെടിക്കെട്ട് കാണുകയാണ്. സാമ്പിൾ വെടിക്കെട്ടിന് തുടക്കമായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. സാമ്പിൾ വെടിക്കെട്ട് തൃശ്ശൂരിൽ. പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സാമ്പിൾ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി. വലിയ ഉയരമുള്ള കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ ആളുകൾക്ക് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഈ സാമ്പിൾ വെടിക്കെട്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി.
ദൂരദേശങ്ങളിൽ നിന്നും ഈ സാമ്പിൾ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി നേരത്തെ തന്നെ എത്തി അവിടെ ഇടം പിടിച്ച ആളുകളുണ്ട്, സ്ഥാനം പിടിച്ച ആളുകളുണ്ട്. അവരൊക്കെ വലിയ ആവേശത്തിലായിരുന്നു നേരത്തെ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിന് തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. തിരുവമ്പാടിയും പാറമേക്കാവും അവരുടെ സാമ്പിൾ വെടിക്കെട്ടിന് തുടക്കമിട്ടിരിക്കുകയാണ്. നേരത്തെ പൂരക്കാലത്ത് കഴിഞ്ഞവണ ഉണ്ടായ വിവാദങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതയോടെയാണ് ഇത്തവണ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. വലിയ നിയന്ത്രണങ്ങളൊന്നുമില്ല, പക്ഷെ അപ്പോഴും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയുള്ള നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ട് താനും. ഏതായാലും ജനങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ പൂരം ആസ്വദിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിന് തുടക്കമായിരിക്കുന്നു. വലിയ ആവേശത്തോടെയാണ് ഇപ്പോൾ ഇതിനെ തൃശ്ശൂരിലെ ജനങ്ങൾ സ്വീകരിക്കുന്നത്. ഒട്ടേറെ ആളുകൾ ഈ സാമ്പിൾ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. സുറാർ റൗണ്ടിന് ചുറ്റുമുള്ള മേഖലകളിൽ ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലൊക്കെ ആളുകളുടെ സാന്നിധ്യമുണ്ട്. ഈ സാമ്പിൾ വെടിക്കെട്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി നേരത്തെ സംസാരിക്കുന്ന ആളുകളൊക്കെ നേരത്തെ തന്നെ അവിടെ എത്തി അവിടെ സ്ഥാനം പിടിച്ച ആളുകളാണ്. തൃശ്ശൂരിൻ്റെ അടുത്തുള്ള മേഖലകളിൽ നിന്നും ദൂരമേഖലകളിൽ നിന്നുമൊക്കെ എത്തിയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിന് തുടക്കമായിരിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിന് ഇത്തവണ കൊടിയേറുമ്പോൾ വലിയ ആവേശം നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ വർഷമുണ്ടായ വിവാദം, ആ സമയത്തുണ്ടായ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്തവണ കൂടുതൽ ജാഗ്രതയോടെയാണ് അധികൃതർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പൂരം ആസ്വദിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. നിഖിൽ, അങ്ങനെ സാമ്പിൾ വെടിക്കെട്ടിന് തുടക്കമായിരിക്കുന്നു. വലിയ ആവേശത്തിൽ തൃശ്ശൂർ. വിവരങ്ങൾ. ഉന്മേഷ്, സാമ്പിൾ ഔദ്യോഗികമായി ആരംഭിച്ചിട്ടില്ല. വിവിധ ക്ഷേത്രങ്ങളിൽ, അതായത് ഈ ഘടകക്ഷേത്രങ്ങളിലടക്കം ഉള്ള ചെറു വെടിക്കെട്ടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തിരുവമ്പാടിയുടെ സാമ്പിൾ വെടിക്കെട്ട് ഔദ്യോഗികമായി ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകളെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അത് ആരംഭിക്കും. നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഞാനുള്ള എലൈറ്റ് ഹോട്ടലിന്റെ മുകളിലാണെങ്കിലും ഒക്കെ ആളുകൾ ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുക തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. ഇപ്പോൾ 7:26 ആയിരിക്കുന്നു. 7 മണിയോട് കൂടി ആരംഭിക്കുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വൈകാറുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം, ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെതാണ് സാമ്പിൾ. അതിനുശേഷമാണ് പാറമേക്കാവിന്റെ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കുക. അല്പസമയത്തിനകം തന്നെ അതിന് തുടക്കമാകും. ആളുകൾ ഇങ്ങനെ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന ആളുകളൊക്കെ തന്നെ വളരെ നേരത്തെ, അതായത് വളരെ മുൻപ് തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. പൂരം ആസ്വദിക്കാൻ ഈ സാമ്പിൾ വെടിക്കെട്ട് മുതൽ തന്നെ കണ്ടു തുടങ്ങാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. പുലർച്ചെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ നോക്കുമ്പോൾ വളരെ നേരത്തെ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിച്ചേരുകയും ഇന്നിപ്പോൾ ചമയം തുടങ്ങുകയാണ് എന്ന് അറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇവിടേക്ക് എത്തി ചമയമൊക്കെ കണ്ടു തീർത്ത് ഇന്നിപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിനായി ആളുകൾ ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. അവസാനവട്ട പരിശോധനകളെല്ലാം തന്നെ പൂർത്തിയായി അല്പസമയത്തിനകം തന്നെ തിരുവമ്പാടിയുടെ സാമ്പിൾ അത് ഔദ്യോഗികമായി ആരംഭിക്കും. അതിനുശേഷമാണ് പാറമേക്കാവിൻ്റെതുണ്ടാവുക. രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു മത്സരം, ആ തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറും. എന്തായാലും അല്പസമയത്തിനകം തന്നെ അതിന് തുടക്കമാണ്. നമ്മളിങ്ങനെ അക്ഷമരായി കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ചമയം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഇത് ആരംഭിച്ചിരിക്കുന്നു. തിരുവമ്പാടിയുടെ വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചിരിക്കുന്നു. ഉന്മേഷ്, സാമ്പിൾ വെടിക്കെട്ടിന്റെ കാഴ്ചകളിലേക്കാണ്. തിരുവമ്പാടി വിഭാഗത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നിഖിൽ പ്രമേഷ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ആകാശത്ത് വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിന് തുടക്കമായിരിക്കുകയാണ്. അവിടെ വലിയ ജനപങ്കാളിത്തമുണ്ട്. സാമ്പിൾ വെടിക്കെട്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ ആളുകൾ നേരത്തെ തന്നെ അവിടെ എത്തിയതാണ്. അവർ ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലൊക്കെ പ്രത്യേകം നൽകിയ ഇടങ്ങളിൽ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണിത്. രണ്ട് പിന്നോട്ട് കൊടുക്കും.
തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിന് തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടിന് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്നേഹത്തിൽ സ്പർശ